നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ മാറുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും ഭാവി ഉജ്ജ്വലമാക്കാനും സാധിക്കും. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്പേഴ്സണൽ സയൻറ്റിസ്റ്റും RNTPW ഫൗണ്ടറുമായ ശ്രീ രാജേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു വീഡിയോ, അതായത് ട്രാൻസ്പേഴ്സണൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു തലമാണ്, അല്ലെങ്കിൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് അറിയാനുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു മായാജാലമാണ്. നമ്മുടെ മനസ്സ് നമ്മളെ ഭരിക്കുകയാണെങ്കിൽ നമ്മൾ രാജാവായി തീരുന്നു കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ശരീരമാണെങ്കിൽ നമ്മൾ അടിമയായി തീരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സ് നമ്മളെ ഭരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം വിജയത്തിലെത്തിക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. അപ്പം മനസ്സ് നമ്മളെ ഭരിക്കാൻ, അതായത് നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ തീർച്ചയായിട്ടും ട്രാൻസ്പേഴ്സണൽ എന്ന് പറയുന്ന ആസ്പെക്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, സാർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? ഇതിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് ട്രാൻസ്പേഴ്സണൽ എന്ന പദത്തെക്കുറിച്ചാണ്. നമുക്കത് വിശദീകരിച്ച് തന്നെ പറയാം. ട്രാൻസ്പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് മുഴുവൻ വിശദീകരിക്കാൻ പറ്റാത്തതും, എന്നാൽ അത് ആത്മീയതയിൽ പറയുമ്പോൾ അതിന് ദൈവം അല്ലെങ്കിൽ മനഃശക്തി അല്ലെങ്കിൽ പ്രാണശക്തി എന്ന രീതിയിലേക്ക് കടക്കാതെ കൃത്യമായി ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം വസ്തുതകളെ കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്പേഴ്സണൽ വിഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിനു വേണ്ടി ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണ്. അതായത് നമുക്ക് ആദ്യം പറയേണ്ട കാര്യം, എങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ബീജസങ്കലത്തിന് ശേഷം സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ചെറിയ സെൽ അത് വിഘടിച്ച് പൂർണ്ണ രൂപത്തിലുള്ള അതിസങ്കീർണമായ ഒരു മനുഷ്യ കുഞ്ഞാകുന്നത് എങ്ങനെ? ഇതിന് രൂപവും ഭാവവും കൊടുക്കുവാൻ ആരാണ് ഈ പറയുന്ന സിക്താണ്ഡത്തിന് പ്രേരണ നൽകിയത്? ഇത് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇത് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയുകയില്ല, ഇത് നാച്ചുറലാണ്, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇനി നമ്മളൊരു എക്സ്പെർട്ടിനോടാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും ഇത് DNA ആണ്, ഇത് ജീനാണ്, ഇത് RNA ആണ് എന്നൊക്കെ പറയും. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ സയൻസിന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവ വികാസമാണ് ഒരു കുഞ്ഞിൻ്റെ ജന്മം. നമുക്ക് വേറൊരു കാര്യം കൂടിയും പറയാം. ഒരു കോഴിയുടെ മുട്ടയിൽ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകുമോ, ആ രൂപം പ്രാപിക്കുമോ? നമുക്കറിയാം ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോഴെങ്ങനെയാണ് ഓരോ സിക്താണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള ജീവികൾ പിറക്കുന്നത്? ഇത് ശാസ്ത്രത്തിന് അതീതമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പേഴ്സണൽ വിഷയമാണ്. മാത്രവുമല്ല പ്രകൃതിയിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് പറയുന്നത് പ്രകാശ സംശ്ലേഷണം. ഇതിനെക്കുറിച്ചും ശാസ്ത്രത്തിന് വലിയ തരത്തിലുള്ള അറിവ് ലഭ്യമായിട്ടില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രം ഇതിനെ നാച്ചുറൽ എന്ന പദം കൊണ്ട് പറയുന്നു. ഇനി നമുക്കിതൊരു ആത്മീയവാദികളോട് ചോദിച്ചാൽ അവരെന്താണ് പറയുക? ഇത് ദൈവസിദ്ധമാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി പറഞ്ഞ പ്രാണശക്തിയാണ്, അല്ലെങ്കിൽ ഇത് കുണ്ടലിനി ശക്തിയാണ് എന്ന് അവ്യക്തമായി പറയുന്ന രീതിയാണുള്ളത്. പക്ഷേ ട്രാൻസ്പേഴ്സണൽ മേഖലയിൽ ഇത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് തന്നെ കൃത്യമായിട്ട് പഠനം നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരുപാട് ശാസ്ത്രജ്ഞരും ഒരുപാട് സൈക്കോളജിസ്റ്റുകളും അടങ്ങുന്ന ഒരു ബൃഹത്തായ സംഘം ലോകമെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ശരിക്കും അത് തന്നെയാണ് പലർക്കും വേണ്ടത്. പലരും പറയുന്നത് ഇതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ സത്യമാണോ, ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്പിരിച്വലി കണക്റ്റഡായി കിടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശാസ്ത്രീയവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതായത് ശരിക്കും ട്രാൻസ്പേഴ്സണൽ എന്ന് പറഞ്ഞാൽ
സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സയൻറ്റിഫിക് ആണ്, എന്നാൽ സ്പിരിച്വൽ കണ്ടൻസിനെ ഞങ്ങൾ കൃത്യമായിട്ട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി വരുന്ന ഒരു വിഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പേഴ്സണൽ വിഭാഗം മറ്റുള്ള ശാഖകളെ പോലെ സ്യൂഡോ സയൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. കൃത്യമായിട്ട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. മാത്രവുമല്ല, നമ്മൾക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം കൃത്യമായി ശരിക്ക് റിയൽ വേൾഡിൽ, അതായത് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇത് ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കുന്നൊരു വിഷയം കൂടിയാണ് എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്. ഇതിൽ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു RNTPW. അപ്പോൾ കുറേ വർക്കൗട്ട്സ് ഇതിലുണ്ട്. അപ്പോൾ അതെന്താണ് ഈ RNTPW എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വർക്കൗട്ട്സ് എന്താണ്? RNTPW ഉദ്ദേശിക്കുന്നത് രാജേഷ് നവനീതം ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് എന്ന് തന്നെയാണ്. ഇത് വർക്കൗട്ട് പ്ലാനുകളുണ്ടെങ്കിലും RNTPW കൃത്യമായിട്ടൊരു വിദഗ്ധ ആളുകളുടെ ഗ്രൂപ്പ് തന്നെയാണ്. അതായത് ഇതിൽ വിദഗ്ധരായ ഡോക്ടർമാർ, അധ്യാപകർ, മാർഷൽ ആർട്സ് വിദഗ്ധർ, യോഗ വിദഗ്ധർ, മറ്റേത് മേഖലയിലുള്ള ആളുകളും ഇതിൽ കോർ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ കണ്ടുപിടിക്കുന്ന വർക്കൗട്ടുകൾ ഓരോരോ മേഖലയിൽ കൃത്യമായ രീതിയിൽ റിസൾട്ട് തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന കൃത്യമായ വിദഗ്ധരായിട്ട് ടീമുകൾ ഇതിൽ വരുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വേൾഡ് ട്രാൻസ്പേഴ്സണൽ അസോസിയേഷൻ അംഗീകരിച്ച ഏക സയൻറ്റിഫിക് ടീം നമ്മളുടെ RNTPW മാത്രമാണ്. മാത്രമല്ല, നമുക്കറിയാം ലോകത്തെമ്പാടും ഒരുപാട് ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻ്റർനാഷണൽ ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻ, അതുപോലെ തന്നെ ഇബ്രോ അമേരിക്കൻ ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻ, അതുപോലെ തന്നെ യൂറോപ്യൻ ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻ, അതുപോലെ ഓസ്ട്രേലിയൻ ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻ. ഇതുപോലെ തന്നെ ഇതൊരു വലിയൊരു പഠന വിഷയമായതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും ഇതിന് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് സോഫിയ യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ എന്നുള്ളത്. അവിടെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയിൽ നമുക്ക് MATP, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി, PhD ഡിഗ്രി പോലും നമുക്ക് എടുക്കാം. മാത്രമല്ല, നമുക്ക് ട്രാൻസ്പേഴ്സണൽ മേഖലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഒരുപാട് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിസ്റ്റുകളും എക്സ്പേർട്സും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനപരമായിട്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ എല്ലാ മേഖലയിലും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ ഇതിൻ്റെ പ്രസക്തി ഇതുവരെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും മോണോപ്പൊളിസ്റ്റിക് ആണ്. അതായത് സാറ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു, സാറിനാണ് പൂർണ്ണമായ അധികാരമുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട്സ്, ഏത് രീതിയിലാണ് അവർക്ക് കൊടുക്കുന്നത്, അവരെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇത് RNTPW എന്ന് പറയുന്നതിൽ നമ്മൾ 252 വർക്കൗട്ടുകൾ മീത വരുന്നുണ്ട്. ഈ 250 വർക്കൗട്ടുകൾ ഓരോ തരത്തിലുള്ള വർക്കൗട്ടുകൾ ഓരോ വിഭാഗത്തിനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഈ വർക്കൗട്ടുകൾ കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് ആരോഗ്യമാണ്. നമുക്കറിയാം, ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് വരുന്നത് വിദ്യാഭ്യാസമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് അവൻ എല്ലാ മേഖലയിലും വിജയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിലേക്കും നമുക്ക് RNTPW വർക്കൗട്ട് വളരെ ഉപയുക്തം ഉള്ളതാണ്. മാത്രമല്ല, നമുക്ക് ആത്മീയമായിട്ട് താല്പര്യമുള്ള ഒരാളുകൾക്കാണെങ്കിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ. ആത്മീയതയിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു അക്ഷയഖനി തന്നെയാണ് ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ആരോഗ്യ മേഖലയിൽ നമുക്ക് RNTPW വർക്കൗട്ടുകൾ ഏറ്റവും ഫലപ്രദമാണെന്ന് വിദേശ യൂണിവേഴ്സിറ്റികളും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻസ് പോലും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, 10 മിനിറ്റ് നിൽക്കുന്ന ഒരു ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ വരികയില്ല, ഒരിക്കലും വരികയില്ല. അത് ഞങ്ങൾ ഒരു കൂടുതലായിട്ട് പറയുന്ന കാര്യമല്ല. കൃത്യമായിട്ട് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളും അതുപോലെ AIME അടക്കം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഗുണകരമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു കാര്യം പറയാം. ക്യാൻസർ കോശങ്ങൾ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലുണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ ക്യാൻസർ കോശങ്ങൾ സജീവമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സജീവമാകാതിരിക്കാൻ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ വളരെ ഗുണകരമാണെന്ന്
അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പോലെയുള്ള കൃത്യമായിട്ട് വിദഗ്ധ സംഘം കൃത്യമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് അപ്രൂവൽ നമുക്ക് ഇതിന് കിട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല ക്യാൻസർ മാത്രമല്ല നമുക്കറിയത്. ഇപ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഡയബറ്റിക് ആവാനുള്ള കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് പറയുന്ന ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി ഒരിക്കലും ഡയബറ്റിക് ആവില്ല. മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരിക, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നത് ഇത്രയാണ്: 10 മിനിറ്റ് നിൽക്കുന്ന ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ ചെയ്താൽ നിങ്ങൾക്ക് അസുഖത്തെക്കുറിച്ച് തീരെ പേടിക്കേണ്ടതില്ല. മാത്രമല്ല അസുഖമുള്ള വ്യക്തിയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ശമിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് വീണ്ടും രോഗം വരാതിരിക്കാനും ഏറ്റവും മികച്ചത് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകളാണ്. പിന്നെ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകളുടെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇത് ഇൻറ്റേർണൽ എക്സർസൈസാണ്. അപ്പോൾ ഞാൻ ഇൻറ്റേർണൽ എക്സർസൈസ് എന്താണെന്നുകൂടി ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഏത് എക്സർസൈസ് ചെയ്താലും അത് എക്സ്റ്റേണൽ മാത്രമാണ്. കാരണം എന്താണ്? നിങ്ങൾ ഇപ്പോൾ ഓടുകയാണെന്ന് വിചാരിക്കും. ഓടുമ്പോൾ നിങ്ങളുടെ ഏത് മസിലുകളാണ് പ്രവർത്തിക്കുന്നത്? പുറം മസിലുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുറം മസിലുകൾ പ്രവർത്തിച്ച് കിട്ടുന്ന ആ റിസൾട്ടിൻ്റെ വളരെ കുറച്ച് റിസൾട്ട് മാത്രമേ നമ്മുടെ ആന്തരാവയവങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾക്ക് ലോകത്ത് ഇൻറ്റേർണൽ എക്സർസൈസായിട്ട് മാത്രം ചെയ്യാവുന്ന ഒരേ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ മാത്രമാണ്. അതായത് ഒരു 10 മിനിറ്റ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് ചെയ്താൽ 1.5 മണിക്കൂർ നിങ്ങൾ ദീർഘമായി ഓടുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ആന്തരാവയവങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, 1.5 മണിക്കൂർ ഓടാൻ കഴിവുള്ള ആരാണ് നമ്മുടെ ഇടയിലുള്ളത്? വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത്രയും എക്സർസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ കസേരയിൽ ഇരുന്നുകൊണ്ട് വളരെ ചെറിയ ശ്രദ്ധിച്ചാൽ പോലും നിങ്ങളുടെ ആന്തരാവയവങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഗുണകരമായി വരുന്നത് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് ആണെന്നുള്ളത് വെസ്റ്റേൺ രാജ്യങ്ങൾ അംഗീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ കൂടുതലായി ചെയ്തുകൊണ്ട് അവർ നല്ല ആരോഗ്യത്തിലേക്ക് നീങ്ങുന്നു. പക്ഷേ നമുക്ക് ഇന്ത്യക്കാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, പ്രത്യേകിച്ച് കേരളം ഇപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾ, അതുപോലെ പ്രഷർ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുള്ള ആളുകളാണ് നമ്മളുടെ കേരളീയർ. പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുറച്ച് നേരം ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ 10 മിനിറ്റെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും നിങ്ങൾക്ക് അസുഖങ്ങൾക്ക് മാറ്റമുണ്ടെന്നും അതുപോലെ അസുഖങ്ങൾ വരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താൻ കഴിയും. അതാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിൽ അത്രയും പ്രാധാന്യം വരുന്നത്. വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര റിസൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകളുടെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ യോഗ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിൽ ആരോഗ്യത്തിലുള്ള വർക്കൗട്ടുകൾ. കാരണം യോഗ ചെയ്യുമ്പോൾ ആന്തരാവയവങ്ങളിലേക്ക് കൃത്യമായിട്ട് ഫോഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്കൗട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് യോഗ ചെയ്യുമ്പോൾ 300% കൂടുതൽ യോഗ ഫലപ്രദമാണെന്ന് കൃത്യമായിട്ട് യോഗ അസോസിയേഷൻസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ടാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ ഒരിക്കലും സപ്ലിമെൻ്ററി അല്ല. എന്താണ് സപ്ലിമെൻ്ററി എന്ന് നമുക്കറിയാം. സപ്ലിമെൻ്ററി ഫുഡ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് സപ്ലിമെൻ്ററി ഫുഡ്. പക്ഷേ നമ്മളുടെ ട്രാൻസ്പേഴ്സണൽ വർക്കിനെ നമ്മൾ കോംപ്ലിമെൻ്ററി എന്നാണ് പറയുക. എന്തുകൊണ്ട് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് വേറെ ഏത് ട്രെയിനിങ് പ്രോഗ്രാം എടുത്താലും അത് പൂർണ്ണമായിട്ടുള്ള ഫലസ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിൽ ഏത് മേഖലയിലുള്ള ആളുകൾക്കായാലും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. ഏത് മേഖല നോക്കിയാലും സ്ട്രെസ്സും ആൻസൈറ്റിയും പിന്നെ ഉറക്കമില്ലായ്മ, പിന്നെ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആകുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് അഡിക്റ്റ് ആകുക, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പം ആ അഡിക്ഷൻസും കാര്യങ്ങളും മാറ്റുക, അല്ലെങ്കിൽ സ്ട്രെസ്സും ആൻസൈറ്റി മാറ്റുക, നല്ല ഉറക്കം കിട്ടുക, അങ്ങനെ ആരോഗ്യം വർദ്ധിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് മാറ്റം വരുത്തുന്നത്? ഇതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു വിഷയത്തെ കൂടി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ഇതിലേക്ക് വരിക. കാരണം ഞാൻ പറഞ്ഞു ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ വിഷയം എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിനോട് ചേർന്ന് ഞാൻ ഇതിനുള്ള ഉത്തരം നൽകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രഭാവമാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ കൃത്യമായി പറയുന്നു ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു കുട്ടി ഒരു 10 മിനിറ്റ് നേരോ 15 മിനിറ്റോ ചിലവഴിക്കുന്ന കുട്ടി ആദ്യ റിസൾട്ട് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ 30% മാർക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
മാത്രമല്ല നമുക്ക് മാർക്ക് മാത്രമല്ലല്ലോ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ട് വേണ്ടത്. അവന് പഠനേതര വിഷയങ്ങളിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കണം, ആത്മവിശ്വാസം വർദ്ധിക്കണം, പരീക്ഷകൾ ജയിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നീ എല്ലാ മേഖലയിലും പൂർണ്ണമായിട്ട് സജ്ജമാകാൻ അവൻ്റെ ഉള്ളിൽ തന്നെ അത്തരം കഴിവുകളുണ്ട്, ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ആങ്കർ മാനേജ്മെൻറ്റ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ ലഹരി മരുന്നുകൾ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഏത് വിദ്യാലയങ്ങളിലും ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലഹരിക്ക് അടിമയാകുന്നത്? പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാം, പക്ഷേ കൗൺസിലിങ്ങിനും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് കൊടുത്താൽ ഈ കുട്ടി ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം നമുക്കിതിൽ ഒരു ഹാബിറ്റ് ഫോർമേഷൻ മാത്രമല്ല, ഒരു കൃത്യമായിട്ട് ഫിസിക്കൽ റിപ്പൾഷൻ പോലും വരുത്താൻ നമുക്കിത് സാധിക്കും. എന്താണ് ഫിസിക്കൽ റിപ്പൾഷൻ കൂടി ഞാൻ പറയാൻ എന്താ വെച്ചാൽ, അതായത് ലഹരി മരുന്നിൻ്റെ മണമോ അല്ലെങ്കിൽ ആ ഒരു ഭാവമോ ഉണ്ടായാൽ പോലും അത് നമുക്ക് പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ബോഡിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രാക്ടീസ് മെത്തേഡ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പുക വലിക്കുന്ന ഒരാളാണെങ്കിൽ ആ പുകയുടെ മണമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ അറ്റ്മോസ്ഫിയർ വരുമ്പോൾ പോലും അദ്ദേഹത്തിന് റിപ്പൾഷൻ, അതായത് നമുക്കത് റിപ്പൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റിപ്പൽഷൻ വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കില്ല. ഒരു മദ്യപാനിയാണെങ്കിൽ രണ്ട് പേക്ക് കഴിക്കുമ്പോഴേക്കും ഛർദ്ദിക്കുന്ന ഒരു റിപ്പൾഷൻ മോഡ് കൊടുക്കുകയാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിലൂടെ. അദ്ദേഹത്തിന് ഒരിക്കലും മദ്യം ഉപയോഗിക്കാൻ കഴിയില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം കഴിക്കുമ്പോൾ തന്നെ ഛർദ്ദിച്ച് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥ കൂടി വരുത്താൻ വരും. ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിന് അതിനുള്ള ക്വാളിറ്റി ഇൻറ്റേർണൽ ഓർഗൻസിന് വരുത്താൻ കഴിയും എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ള ഒരു സജഷൻസിന് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ റിപ്പൾഷൻ മോഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയും ഡ്രഗ് ഉപയോഗിക്കില്ല. കാരണം ആ ഡ്രഗ് കാണുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മാത്രയിൽ ശരീരം റിപ്പൾഷൻ കാണിച്ചു തുടങ്ങും. അപ്പോൾ അവനൊരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. കൗൺസിലിങ്ങിനേക്കാളും നല്ലത് റിപ്പൾഷനാണ് നല്ലത്. അത് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിനോട് സാധിക്കുന്നതാണ്. മാത്രമല്ല മുതിർന്നവരെ സംബന്ധിച്ചായാലും ഞാൻ പറഞ്ഞ വർക്കൗട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് തന്നെ പറയുന്നത്, നമുക്ക് ഈ പറയുന്ന മോഡുലേഷൻസ് വരുത്താൻ പറയും. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട്സ് എന്ന് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പം അത് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് പ്രയോജനം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് വ്യക്തി ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ആവശ്യം, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പം ഓരോ പ്രശ്നങ്ങൾക്കും അതെങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത്, ആ ഫോഴ്സസ് എങ്ങനെയാണ് അവരെ ജീവിതത്തിൽ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നത്, അവരെങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് ട്രാൻസ്പേഴ്സണൽ ഫോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ഞാൻ ചെറിയൊരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ചില ആളുകൾ ജീവിതത്തിൽ ഒരുപാട് പരാജയത്തിലേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവർ നമ്മളോട് സാധാരണ പറയാറുള്ളത്, ഞാൻ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നോക്കി, അതായത് കൃത്യമായിട്ട് ആത്മീയ കാര്യങ്ങൾ നോക്കി, ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഒരുപാട് എക്സ്പെർട്സുള്ള അടുത്തേക്ക് പോയി നോക്കി, ഇങ്ങനെ എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്നില്ല, ഞാൻ എന്നും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ കോംപ്ലിമെൻ്ററി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതായത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളിലുള്ള ഒരു ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് ഈ പറയുന്ന പ്രവർത്തിക്ക് അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ, ആ ഫോഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പരാജയപ്പെടുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിലേക്ക് ആവശ്യമായ സ്വന്തം ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം, ഈ പറയുന്ന വ്യക്തിക്ക് അത്തരം ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും അത് കൃത്യതയിലല്ല വർക്ക് ചെയ്യുന്നതെന്നും ഞങ്ങൾ ചെറിയൊരു 10 മിനിറ്റ് നിൽക്കുന്ന ഒരു പ്രാക്ടീസ് സെഷനിലൂടെ അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നൽകുന്ന ആ ചെറിയ ക്ലാസ് ശ്രദ്ധിച്ച് അതേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ സാധിക്കും. ഇത് എന്ന് പറയുന്നത്, ഈ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഗാർഹിക പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം. എന്ത് പ്രശ്നങ്ങളായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് കൃത്യമായ അളവിലും കൃത്യമായ രീതിയിലും പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങളോട് പറയാം. നിങ്ങളുടെ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് കൃത്യമായി പ്രവർത്തിച്ചാൽ എന്താണ് ഗുണം? നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ മാറുക മാത്രമല്ല,
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും ഭാവി ഉജ്ജ്വലമാക്കാനും സാധിക്കും. മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എങ്കിലും വിദ്യാർത്ഥി ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ, ആ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് കൊണ്ട് ലഭിക്കുന്ന കഴിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥി എന്താണോ അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ടത് അതിൽ പൂർണ്ണമായിട്ട് വിജയിക്കും. മാത്രമല്ല, ഒരു ഡോക്ടറാണെന്ന് ഇരിക്കും, ഡോക്ടർക്ക് ട്രാൻസ്പേഴ്സണൽ ഫോഴ്സിനെ കുറിച്ചുള്ള അറിവും ആ മേഖലയെക്കുറിച്ച് ഒരു ചെറിയൊരു രീതിയിലുള്ള സവിശേഷത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡോക്ടറായിരിക്കും ഏറ്റവും വിജയിക്കുന്ന, ആ മേഖലയിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഡോക്ടറായിരിക്കും. കാരണം ആ കോഴ്സ് മനസ്സിലാക്കാൻ വളരെ ലഘുവായിട്ടുള്ള ഒരു ചെറിയ പ്രാക്ടീസ് സെഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വന്ന് 10 മിനിറ്റ് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ട്രാൻസ്പേഴ്സണൽ മേഖലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പേഴ്സണൽ അസോസിയേഷൻസ് ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി ബേസ് ആയിട്ടുള്ള ഒരു കോഴ്സ് പാസ്സാവണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് വലിയൊരു ജോലിക്ക് സാധ്യതയുണ്ട്. അത് മുതിർന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് ഒരു കരിയർ ഓപ്ഷൻ കൂടിയാണ് ഈ ട്രാൻസ്പേഴ്സണൽ മേഖലയെക്കുറിച്ച് അറിയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഒരു ജോലി, അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ ട്രാൻസ്പേഴ്സണൽ മേഖലയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ വളരെ റെപ്യൂട്ടഡായ ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പാകുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോലും ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് 18 വയസ്സാവുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് പ്ലേസ്മെൻ്റ് അടക്കം കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന, അതിനുവേണ്ടി ഞങ്ങളുടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് വൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പേഴ്സണൽ മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹോൾസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയ ജോലി, അതുപോലെ നമുക്ക് ഇന്ത്യയിൽ പോലും ഇതിന് വളരെയധികം പ്രസക്തി ഏറി വരികയാണ്. ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നമുക്ക് MSc സൈക്കോളജിയിൽ ഒരു പേപ്പർ കൊടുക്കുന്നത് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയാണ്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് പതിയെ പതിയെ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സ് വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് AIMSൽ ഈ ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങളെ ഒരു പേപ്പറായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വളരെ ഉയർച്ചയിലെത്തുന്നതിൻ്റെ കൂടെ, അവർ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂടെ, അതുപോലെ വലിയൊരു കരിയറിലേക്ക് വരുന്നതിൻ്റെ കൂടെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ട്രാൻസ്പേഴ്സണൽ മേഖലയിലെ ചെറിയ ചെറിയ അറിവുകൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോഴത്തെ ജീവിത നിലവാരത്തിൻ്റെ ഒരു വളരെ വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു ശങ്കയും വേണ്ട. അത്രയും വലിയൊരു ഫീൽഡും കൂടിയാണ് ട്രാൻസ്പേഴ്സണൽ മേഖല എന്ന് പറയുന്നത്. സാർ, ഈ മേഖലയെ പറ്റി പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇത് തിയററ്റിക്കലായിട്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഒരു വ്യക്തി മുന്നേ വന്നു കഴിയുമ്പോഴാണ് അവർക്കത് ശരിക്കും അത് മനസ്സിലാകുക, അല്ലെങ്കിൽ അവർക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുള്ളത്. സാറ് പറഞ്ഞ പോലെ തന്നെ പുറമേ അല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. അപ്പോഴാണ് നമ്മളിലുള്ള അവരൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, അല്ലേ, പുതിയൊരു ഉത്തമനായ ഒരു വ്യക്തി പരിവപ്പെട്ട് വരുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഉത്തമനായ വ്യക്തി എന്ന് പറയുമ്പോൾ ആത്മീയ തലത്തിൽ ഉയർന്നിരിക്കണം. അപ്പോൾ അതെങ്ങനെ ആത്മീയ തലത്തിൽ എങ്ങനെയാണ് ഉയർച്ച ഉണ്ടാകുക? ഇത് ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന് 2 പേരുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒന്നത് സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി എന്നൊരു പദം കൂടിയുണ്ട്. 2 ലോജിക്കൽ സ്പിരിച്വലിസം എന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് വീണ്ടും പറയുന്നത്. കാരണം നേരത്തെ നമ്മളൊരു കുഞ്ഞിന് ജനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ് ഫാക്ടർ, ഈ എക്സ് ഫാക്ടർ സയൻറ്റിഫിക്കായിട്ട് പറയും നാച്ചുറൽ എന്ന് പറയും, എന്നാൽ ആത്മീയവാദികൾ ഇതിനെ ദൈവം എന്ന് പറയുന്നു. ട്രാൻസ്പേഴ്സണൽ മേഖല എന്ന് പറയുന്നത് ഈ എക്സ് ഫാക്ടർ ആയാലും ഈ ദൈവം ആയാലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ്. അപ്പോൾ ദൈവം എന്ന്, അല്ലെങ്കിൽ ആത്മീയത താല്പര്യമുള്ള ആളുകൾക്ക് ആ ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഫോഴ്സ് എന്താണെന്നുള്ളത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ നേരിട്ട് വന്ന് തിരിച്ചറിയേണ്ട അമൂല്യമായ ഒരു നിധി കൂടിയാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിലൂടെ ട്രാൻസ്പേഴ്സണൽ സവിശേഷതകൾ തിരിച്ചറിയുന്ന വ്യക്തി അത് നേരിട്ട് തന്നെയാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുകൂടി നമ്മളിതിൽ പറയുകയാണ്. അതും നമ്മൾ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചെറിയ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കോഴ്സായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഞാനിതിലൂടെ ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ അമ്പലത്തിൽ പോകുന്ന ആളുകൾക്ക്
അക്ഷശക്തി സ്ഥാനം എന്നൊരു സ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഏത് വേദഗ്രന്ഥങ്ങൾ നോക്കിയാലും ഏത് ആചാര്യന്മാരോട് ചോദിച്ചാലും ഇങ്ങനൊരു സ്ഥാനം ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അത് ട്രാൻസ്പേഴ്സണൽ വിഷയമാണ്. ഈ അക്ഷശക്തി സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു അമ്പലത്തിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ സ്ഥാനത്ത് നിന്നാൽ നിങ്ങൾക്ക് അമൂല്യമായ പല നേട്ടങ്ങളും സംഭവിക്കും. മാത്രമല്ല അമ്പലം മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ, നമുക്ക് പള്ളികളിലായാലും അതുപോലെ തന്നെ മോസ്കിലായാലും നമുക്ക് ചില ആന്തരാഗമന പ്രത്യേകതകളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾക്കും സാധിക്കും. ചെറിയ തരത്തിൽ നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ ആത്മീയതയിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവും ഗുണങ്ങളും ലഭിക്കുന്നൊരു രീതിയാണ്. ശരിക്കും ഞങ്ങൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പേഴ്സണൽ മേഖല സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും മുകളിലത്തെ ഒരു മേഖലയാണെന്ന് തന്നെ പറയാം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആചാര്യന്മാരിൽ നിന്നുള്ള അറിവും അതുപോലെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവും അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളും മാത്രമേ നമ്മുടെ കൂട്ടിനുള്ളൂ. പക്ഷേ ട്രാൻസ്പേഴ്സണൽ മേഖലയിൽ വന്നാൽ നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ അതായത് യഥാർത്ഥ ലോകത്തിൻ്റെ അറിവ് വളരെ ചെറിയ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടെ ആത്മീയമായിട്ടുള്ള ഈ അറിവ് കൂടി സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്താൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ആത്മീയതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും അല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിനെ ലോജിക്കൽ സ്പിരിച്വലിസം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഏത് ആത്മീയതയുള്ള ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മുഴുവൻ ഫലപ്രദമായ അറിവും ഗുണങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകളുടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാത്രവുമല്ല നമ്മൾ ഇതിനെക്കുറിച്ച് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഏത് മേഖലയിലും ആരോഗ്യമായാലും ഏറ്റവും നിർണായകമാണ്, വിദ്യാഭ്യാസത്തിൽ അതിനേക്കാൾ നിർണായകമാണ്. മാത്രമല്ല ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ളതും ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമും അല്ല ആത്മീയതയിലും നമുക്ക് വളരെയധികം ഉയർന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ലോകത്ത് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഏത് പ്രോഗ്രാം എടുത്താലും അതിന് ഒരുപാട് മാസ്റ്റേഴ്സും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ എന്ന ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ. ലോകത്തെ ഒരേ ഒരു ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് കൊടുക്കുന്ന വിഭാഗമാണ് RNTW. അതിൻ്റെ ഒരു സയൻറ്റിസ്റ്റും അത് എൻ്റെ പേരിൽ അത് കൃത്യമായിട്ട് ഭൗതിക സ്വത്തായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കൗട്ടും കൂടിയാണ് ഈ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. ഈ വർക്കൗട്ട്സ് കൊടുക്കുന്നത് 1 ഡേ ക്ലാസ്സോ അല്ലെങ്കിൽ ഹാഫ് ഡേ ക്ലാസ്സോ ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ? നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിനെ കുറിച്ച് അറിയാനും അതിൻ്റെ ചെറിയ റിസൾട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങൾ 1.5 മണിക്കൂർ നീളുന്ന ചെറിയ പരിശീലനം നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ സംബന്ധിച്ച് ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ അയാൾക്ക് ഞങ്ങൾ ഒരു ഹാഫ് ഡേ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല അതിൻ്റെ കോൺടാക്റ്റ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സായിട്ട് നമ്മൾ 4 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഇനി അഥവാ ക്രാഷ് കോഴ്സ് താല്പര്യമില്ലെങ്കിൽ 4 ആഴ്ചകളായിട്ട് നമ്മൾ 4 മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾ ഹോൾസം ഡെവലപ്പ് എന്ന് പറഞ്ഞു, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതുപോലെ എല്ലാ കാര്യങ്ങളും നേടുക, അയാൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് ഹാഫ് ഡേ കൊണ്ട് നടത്താൻ പറ്റും. ആത്മീയതയിലാണെങ്കിൽ നമ്മൾ 4 ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മീയ ജീവിതം വളരെ ഏറ്റവും ഉയർന്ന തലത്തിലെത്താനും ഞങ്ങൾക്ക് സാധിക്കും. ഇത് വർക്കൗട്ട്സ് എല്ലാം ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതെ, നമുക്കിതിൽ കാരണം നിങ്ങളുടെ ഫോഴ്സ് നിങ്ങൾ നേരിട്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നേ പറ്റും. വിദേശത്തോ അല്ലെങ്കിൽ വരാൻ സാധിക്കാത്തവർക്കൊക്കെ ഒരു തിയറി പാർട്ട് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ സമയം പോലെ തന്നെ പ്രാക്ടിക്കൽ തിയറി പാർട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ അടുത്ത് യോഗയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മറ്റുള്ള സംബന്ധിച്ചോളം ഇഷ്ടംപോലെ വിദേശ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവർ നേരിട്ട് വന്നിട്ട് തന്നെയാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ 10 മിനിറ്റ് ഒഴിവ് കിട്ടാത്ത ആരും തന്നെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വളരെ 100% ഉറപ്പോടെ നൽകുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തി ജീവിതത്തിൽ ഏത് തിരക്കുണ്ടെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയിലെത്താൻ ഈ 10 മിനിറ്റ് സമയം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ട്രാൻസ്പേഴ്സണൽ അറിവുകൾ നിങ്ങൾ ശേഖരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
സാറൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഏകദേശം 30 വർഷത്തിലേറെയായി നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സ് അല്ലെ വർക്കൗട്ട്സ് പ്രാക്ടീസ് ചെയ്ത് പോരുന്നു, പഠിപ്പിച്ച് പോരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതല്ല, എന്ന് വെച്ചാൽ പറയാൻ അത്രമാത്രം അനുഭവങ്ങളുണ്ട്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അവരൊക്കെ ട്യൂട്ടേഴ്സായിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലോകത്ത് തന്നെ ഇത് വ്യാപകമായി പണ്ടുതൊട്ടേ ഉള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സാറിൻ്റേതായ ശൈലിയിൽ RNTPC എന്നുള്ള രീതിയിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഫൗണ്ടറായിട്ട് അങ്ങനെ പോകുന്നു. RNTPW വർക്കൗട്ട് അങ്ങനെ. ഇതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഓരോ വ്യക്തിക്ക് ഉണ്ടായ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾ പറയൊരു മഹാഭാരതം തന്നെ പറയേണ്ടി വരും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം ഒന്നോ രണ്ടോ വ്യക്തിക്കാണ് ഗുണം എന്നെടുത്ത് പറയേണ്ട രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികൾക്കുണ്ടായ ഗുണങ്ങൾ പറഞ്ഞാൽ അത് വളരെയധികം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ട്രാൻസ്പേഴ്സ് വർക്കൗട്ടിലൂടെ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് തന്നെ ഒരുപാടുണ്ട്. അത് മാത്രമല്ല ആരോഗ്യ വിഷയമായാലും പലപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ പല കാര്യങ്ങൾ ചെയ്തിട്ടും എത്താത്ത ആളുകൾ നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും വെളിപ്പെടുത്താൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അവരുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഒരുപാട് ആളുകളുടെ ഗുണങ്ങളും കിട്ടും. പിന്നെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് നിങ്ങൾ 10 മിനിറ്റ് സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്നുകൂടി ഇതിൽ പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, പിന്നെ ബാക്കി നേരിട്ട് വിളിക്കുമ്പോൾ അവരോട് പറയാനുള്ള കാര്യം ഇപ്പോഴാണ് കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയവും കാര്യങ്ങൾ, അതിൻ്റെ ഫീസ് എല്ലാം അവരോട് നേരിട്ട് പിന്നെ സംസാരിക്കാവുന്നതാണല്ലോ. അപ്പം ശരിക്കും ഇത് ശാസ്ത്രീയപരമായിട്ട് തന്നെയാണ് ഈ വർക്കൗട്ട്സ് എല്ലാം ചെയ്തു പോരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ സംശയിക്കേണ്ടതായിട്ടില്ല. എല്ലാത്തിനും പ്രൂഫുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പം തീർച്ചയായിട്ടും ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട്സ് അത് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു തീർച്ചയായിട്ടും സാറിന് നേരിട്ട് കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂരാണ് സാറിൻ്റെ സ്ഥലം. അപ്പം വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമല്ലോ അല്ലേ? അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.